എൻ്റെ മക്കളെ സ്നേഹിച്ചു തുടങ്ങും ക്രിക്കറ്റിൽ. അവർക്ക് കിട്ടുന്ന അംഗീകാരമേ ഇവന്മാർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്ക് പോവാം, ബാറ്റ് ചെയ്യാൻ പ്രമാണം പാക്ക് ചെയ്യ കുഞ്ഞെന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് വന്നിറങ്ങി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ചെന്നിറങ്ങി. ബിജു ജോർജ് സാർ പറഞ്ഞു, എൻ്റെ മക്കൾ വൈറ്റ് സിറ്റ് ഇറങ്ങുന്നത്, പ്യുവർ വൈറ്റ്. രണ്ടുപേരും മക്കളെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പുറത്തോട്ട് രണ്ടുപേരും ഡ്രസ്സ് ചെയ്തു. എൻ്റെ മൂത്ത മോനോട് പറഞ്ഞു, സലി എന്തേ സാറേ ഞാൻ ബോളും ചെയ്യും ബാറ്റും ചെയ്യും. എന്നാ നീ ബാറ്റ് ചെയ്യും, എടുത്തിട്ട് വന്നു പറഞ്ഞു. ബാറ്റ് ചെയ്യാൻ വന്നു. സലിമോൻ 3 ബോൾ ബാറ്റ് ചെയ്തു. 3 ബോൾ ബാറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ സഞ്ജു എന്തൊക്കെ കഥ പറഞ്ഞ് ഞാൻ കേൾക്കാൻ എനിക്കറിയില്ല. അവൻ്റെ ഒരു ചെറിയ പ്രായം, ചിലത് മറന്നു, എനിക്ക് മറക്കില്ല, ഓരോരോ മൂവ്മെൻറ്റ് മറക്കില്ല. എൻ്റെ സലിമോൻ 3 ബോൾ ബാറ്റ് ചെയ്തു. ഉടനെ സലിയെ വിളിച്ചു, മതിയെന്ന് പറഞ്ഞു. ഇയാൾ ബിജു സാറ് ഫോൺ എടുത്തു, ആരോടോ എന്തോ വിളിക്കുന്നത് കേട്ടു. അത് കഴിഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നു, സലിയേയും കൊണ്ട് വയനാട് പോകാമോ, ഇതാണ് ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ, അതായത് ഇന്ന് എൻ്റെ മക്കൾ ട്രയൽസിന് അവിടെ എത്തി. ബിജു സാറിൻ്റെ ഇന്നലെ ഞാൻ KCL-എത്തി. ഡൽഹിയിൽ നിന്ന് വണ്ടി ഇറങ്ങി ഞാൻ നേരെ KCL-ൻ്റെ മക്കളെയും ഭാര്യയായിട്ട് KCL-എത്തി. ലഗേജൊക്കെ വീട്ടിൽ വിട്ടു. അവിടെ ചെന്ന് 15 സെലക്ഷൻ ട്രയൽസ് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ കഴിഞ്ഞ് വൈകുന്നേരം. അപ്പം ഞാൻ KCL-യുടെ അവിടുത്തെ ഓഫീസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തു, സാറേ എൻ്റെ മകൻ സലിയ, ഇവൻ 15 എലിജിബിളാണ്, ഇവൻ നല്ലൊരു ക്രിക്കറ്ററാണ് സാറേ, ഇവന് ആ ക്യാമ്പിലൊന്ന് വച്ച് നോക്കിക്കൂടെ എന്ന് റിക്വസ്റ്റ് ചെയ്തു. ക്യാമ്പിലൊന്ന് വച്ച് നോക്കുക, ഉപയോഗം ഉണ്ടെങ്കിൽ ഇല്ല ഇവിടെ ടീമായി പറ്റില്ല, നോ ഒന്നും മിണ്ടില്ല. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ബിജു ജോർജ് സാറിൻ്റെ അക്കാഡമിയിൽ എൻ്റെ മക്കളെ കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മകൻ 3 ബോൾ ഫേസ് ചെയ്ത ഉടനെ ബിജു സാർ പറഞ്ഞ് മതിയാക്കുന്നു പറഞ്ഞു. ഉടനെ ഫോൺ വിളിക്കുന്നു, എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നു, 15 ട്രയൽസ് വയനാട്ടിൽ നാളെ മോനെ കൊണ്ടുപോകും. ഞാൻ ചന്ദ്രനിൽ കൊണ്ടുപോകും. പിന്നെ അപ്പം പാക്ക് ചെയ്ത് 2 വീട്ടിൽ കൊണ്ടുപോയി. മൂത്താളെ തൂക്കി വൈകുന്നേരം വണ്ടി കയറി രാവിലെ വയനാട് ഇറങ്ങി. അവിടെ എൻ്റെ പിള്ള ചെന്നപ്പോൾ രാജകീയം തന്നെ. മച്ചാൻ സാറ് ഓരോ കളി കഴിയുമ്പോൾ എന്നെ വിളിക്കും, സലി 178 അടിച്ചു കേട്ടോ, അവനെ ഇന്ത്യ കളിപ്പിക്കും, അവൻ കളിക്കാരനാണ്, അവൻ പൊമ്പോണ്, അവൻ സലി എറിഞ്ഞിടും അടിച്ചിടും എല്ലാം ചെയ്യും, ഗ്രൗണ്ടിൽ പറക്കും ഫീൽഡിങ്ങിന് വേണ്ടി. ആര്? എൻ്റെ മൂത്തയാൾ. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്ന് ഞാൻ എൻ്റെ വീട്ടുകാരെ പറയും, കണ്ടല്ലോ എൻ്റെ മോൻ വന്നിറങ്ങി. ഇന്നലെ നമ്മൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്ത് അവർ സമ്മതിച്ചില്ല. അവൻ്റെ 3 പന്ത് കണ്ട് അവൻ അവിടുത്തെ കോച്ച് വീണ്. എൻ്റെ സലിമോൻ്റെ 3 ബോൾ ഫേസ് ചെയ്തതിൽ ബിജു കോച്ച് വീണു, കൊണ്ടുപോയി നാളെ ട്രയൽസ്. അവിടെ അണ്ടർ 15 സലി കളിച്ചു തുടങ്ങി. പിന്നെ വയനാടിന് വേണ്ടി തന്നെ, ഇന്ന് അവൻ വയനാടിന് തന്നെ. അതാണ് ഞാൻ എൻ്റെ ഷിഫ്റ്റിൽ എനിക്ക് കിട്ടിയ ഡൽഹി ടു കേരളത്തിൻ്റെ ഷിഫ്റ്റ് കിട്ടിയ. എനിക്കറിയാം എൻ്റെ മക്കൾ കേരളത്തിൽ വന്നിറങ്ങിയാൽ അവരെ പരിപൂർണമായിട്ടും 100% അവർ 2 കൈകളും നീട്ടി കേരളത്തിൻ്റെ ക്രിക്കറ്റിൻ്റെ ബമ്പന്മാർ സ്വീകരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എൻ്റെ മക്കൾ അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.